അവിഹിതം എന്ന് പറയുന്നത് ഞാൻ എല്ലാവരോടും പോയി അവിഹിതത്തിൽ ഏർപ്പെടണം എന്നല്ല പറഞ്ഞത്. ചില വീടുകളിലൊക്കെ ഭർത്താവിന്റെ അടി ഇടി ചവിട്ടും കുത്തും സഹിക്കാൻ പറ്റാണ്ട് ചില പെണ്ണുങ്ങൾ ഇതന്നെ ആലോചിച്ച് കരഞ്ഞ് കാലത്തൊട്ട് അന്ത്യാവണവരെ കരയാ. ഭർത്താവ് ജോലി കഴിഞ്ഞ് വരാ, അവളെ നോക്കുന്നില്ല, അയാൾ തോന്നിയ പോലെ ജീവിക്കുക. അങ്ങനെ അത് വീടിന്റെ ഉള്ളിൽ വല്ലാത്ത സഫോക്കേഷൻ അനുഭവിക്കുന്ന ചില സ്ത്രീകൾ, പുരുഷനോ ആയിരിക്കാം. അതായത് നമ്മുടെ പാർട്ട്ണറെ കൊണ്ട് നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള, അതായത് ഒരു വിവാഹ ജീവിതത്തിൽ ആവശ്യമായ ഒരു കാര്യങ്ങളും കിട്ടാതെ വീടിനുള്ളിൽ അകപ്പെട്ട് വിഷമിച്ച് ഇത് തന്നെ ആലോചിച്ച് കരഞ്ഞ് അവസാനം സൂയിസൈഡൽ ടെൻഡൻസിയിലേക്ക് വരെ എത്തുന്ന പാവപ്പെട്ട ആളുകളോടാണ് ഞാൻ പറഞ്ഞത്, അയാളെ മാത്രം ആലോചിച്ചിരിക്കേണ്ട, നിങ്ങൾ വല്ല വിഹിതത്തിന് പൊക്കോളാൻ. അതായത് നമ്മൾ എപ്പോഴും ഒരാളിൽ മാത്രം ആശ്രയിച്ച്, ഒരാളെ മാത്രം ചിന്തിച്ച്, അയാളെ മാത്രം സ്നേഹിച്ച് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് നമ്മളൊരു വിലയും ഇല്ലെങ്കിൽ കുറെ എഫേർട്ട് ഇട്ട് നോക്കുക. അതായത് നമ്മൾ പറയില്ലേ, ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള, ആദ്യം നല്ല രീതിയിൽ പറഞ്ഞു നോക്കുക. ഒക്കെ എല്ലാ തരത്തിലുള്ള സാമം വാദം മറ്റേ സംഭവം എന്താ, സാമം വേദം, ആ സംഭവം സാമം ദാനം വേദം ദണ്ണം, അതെ ആ സംഭവങ്ങളൊക്കെ പരീക്ഷിച്ചിട്ട് നടക്കാണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തള്ളി അങ്ങോട്ട് കളയാം.